യെസ്, ആക്രമണകാരിയാണ് ഈ കടുവ. രാധ കൊല്ലപ്പെട്ടതിന് പിന്നാലെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കടുവയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ ആക്രമണകാരിയാണ് എന്ന് തന്നെ വിലയിരുത്തണം. വളരെ വേഗത്തിൽ, അധികം വൈകാതെ തന്നെ അതിനെ പിടികൂടി അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടേണ്ട ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ. ഇന്നിപ്പോൾ ഉന്നതതല യോഗമൊക്കെ ചേരുന്നുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങളൊക്കെയാണ് കൈക്കൊള്ളാൻ ഇടയുള്ളത് അനീസ്? ദിവ്യ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും തീരുമാനത്തിന്റെ കുറവ് ഇതിൽ ഇല്ല എന്നതാണ്. എന്തെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾക്ക് കുറവില്ല. അതേസമയം എല്ലാ തീരുമാനങ്ങളും ഉണ്ടായിരിക്കെ തന്നെ അത് ഫലപ്രാപ്തിയിട്ടില്ല എന്നതാണ് പ്രയാസകരമായ കാര്യം. ഒരു നിലക്കും അവർക്ക് മുന്നോട്ട് പോകാൻ, അതായത് തീരുമാനങ്ങൾ എല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും ആ തീരുമാനങ്ങൾ ഒരു ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നതാണ് പ്രയാസപ്പെടുത്തുന്നത്. തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് കൂടുതൽ ഫോഴ്സിനെ എത്തിക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക, ഇനി വെടിവെച്ചു കൊല്ലണമെങ്കിൽ അതും ചെയ്യുക തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണ്. അതേസമയം ഇനിയിപ്പോൾ ഉണ്ടാകുന്ന ഈ മീറ്റിംഗ് കൊണ്ടുണ്ടാകേണ്ട, യോഗം കൊണ്ടുണ്ടാകേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനങ്ങൾ പ്രകോപിതരാകുന്നതിൽ നിന്ന് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും, അവരുടെ വൈകാരികത അവരെ എങ്ങനെ സമാശ്വസിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാകും പ്രധാനമായും ഇതിലുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലപ്പുറം കടുവയെ പിടിക്കാൻ പുതിയ എന്തെങ്കിലും ഒരു വിദ്യ അവർക്ക് യോഗത്തിൽ മുന്നോട്ട് വെക്കാനുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. ഏതായാലും എല്ലാ തരത്തിലും ഊർജിതമായ ശ്രമങ്ങൾ, നേരത്തെ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തതോടുകൂടി തന്നെ വളരെ വേഗതയിൽ വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതേസമയം ഇപ്പോഴും കടുവ കാണാമറയത്താണ്. കടുവയെ പിടികൂടാനാകുന്നില്ല എന്നത് പ്രയാസകരമായ സാഹചര്യമാണ്. മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതേസമയം അതുകൊണ്ട് എന്ത് ഫലപ്രാപ്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. യെസ് അനീസ്, ഇവിടെ ഒരാനയെ ലൊക്കേറ്റ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല കടുവയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വയ്ക്കുക അല്ലെങ്കിൽ വെടിവെച്ച് പിടികൂടുക എന്ന് പറയുന്നത്. അത് തന്നെയാണോ പ്രധാനമായി ഇപ്പോൾ തിരച്ചിൽ സംഘമൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി? തീർച്ചയായും ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നത് പല നിലക്ക് പ്രയാസകരമാവുന്നുണ്ട്. ആനയെ അപേക്ഷിച്ച് ആനയെ വളരെ വലുപ്പമുള്ള ഒരു ജീവിയായതുകൊണ്ട് വളരെ പെട്ടെന്ന് കാണാൻ കഴിയുമെന്നത് മാത്രമല്ല, അതിവേഗതയിൽ സഞ്ചരിക്കാനും കടുവക്ക് കഴിയും ആനയേക്കാൾ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, ഇത് ലൊക്കേറ്റ് ചെയ്ത് കിട്ടിയാൽ തന്നെ മയക്കുവെടി വെക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അതിനെ വെടിവെച്ച് കൊല്ലാനാണെങ്കിൽ പോലും ആനയെ വളരെ എളുപ്പത്തിൽ കഴിയും. അതേസമയം കടുവയെ അങ്ങനെ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെയെല്ലാം പ്രയാസകരമായ സാഹചര്യമാണ്. ചെറിയൊരു കുറ്റിക്കാടുണ്ടെങ്കിൽ പോലും അതിൽ മറഞ്ഞു നിൽക്കാൻ കടുവക്ക് കഴിയും എന്നതാണ് ആനയെ അപേക്ഷിച്ച് ഇതിനെ പിടികൂടുന്ന ദൗത്യം ദുഷ്കരമാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. എന്തായാലും മാത്രവുമല്ല, ആനയുടെ അപകടത്തെക്കാൾ അപകടകാരിയാണ് കടുവ എന്നുകൂടി പറയേണ്ടി വരും. കാരണം ആനയിൽ നിന്ന് ഒരുപക്ഷെ ഒരല്പ ദൂരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മാറി പോകാനും അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനും ഒക്കെ ഒരല്പം കൂടി സാവകാശം ലഭിക്കും. കടുവ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഒരുപക്ഷെ അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മാത്രവുമല്ല, അപ്രതീക്ഷിതമായാണ് കടുവയുടെ ആക്രമണം ഉണ്ടാവുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കുറ്റിക്കാട്ടിലോ മറ്റോ മറഞ്ഞിരിക്കുന്ന കടുവയാണ് ആൾക്ക് നേരെയോ അല്ലെങ്കിൽ ഇരക്ക് നേരെയോ ചാടി വീഴാറുള്ളത്. അത്തരമൊരു അവസ്ഥ ആനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇങ്ങനെ പല നിലക്കും ആന ദൗത്യത്തെക്കാൾ ദുഷ്കരമാണ് കടുവ ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കടുവക്കായുള്ള ദൗത്യം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഒരാൾക്ക് നേരെ കൂടി കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യെസ്, അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് കടുവയുടെ ഭാഗത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന സ്ഥിതിയാണ് ഉള്ളത് അനീസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RRT അംഗത്തിന് നേരെയടക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നു, ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇപ്പോൾ വളരെ കരുതലോടുകൂടിയാണോ തിരച്ചിൽ സംഘം മുന്നോട്ട് നീങ്ങുന്നത്? തീർച്ചയായും കരുതലോടുകൂടി തന്നെയാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ, ഇപ്പോൾ മാത്രമല്ല ഏതൊരു ഘട്ടത്തിലും തെരച്ചിൽ ഇറങ്ങുന്നവർ ആവശ്യമായ മുൻകരുതലുകളെല്ലാം എടുക്കാറുണ്ട്. അത്തരത്തിൽ എടുക്കണമെന്നവർക്ക് നിർദ്ദേശവുമുണ്ട്. മാത്രമല്ല, അത് ആ പ്രദേശത്തെത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് അവർ അത് നിർദ്ദേശമായി നൽകാറുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ പോലും ഇത് ഏറ്റുമുട്ടുന്നത് വന്യമൃഗവുമായാണ് എന്ന
ഒരു അപകട സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മനുഷ്യർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഈ ഒരു കടുവയെ വേട്ടയാടാൻ ഇറങ്ങുന്നത്, കടുവയെ പിടികൂടാൻ ഇറങ്ങുന്നത്. അത് മനുഷ്യർക്ക്, മറ്റ് നാട്ടുകാർക്ക് അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവരുടെ സുരക്ഷ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തെ കൂടി അപകടപ്പെടുത്തുന്ന തരത്തിൽ അവർ മുന്നോട്ട് പോകാറുള്ളത്. അവർക്ക് സാധ്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം അവർ സ്വീകരിക്കാറുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം ഒരു പക്ഷേ ഇതിനൊന്നും കഴിയാത്ത രീതിയിൽ ഒരുപക്ഷെ നടന്നു പോകുന്ന വഴിക്കിടയിൽ എവിടെ നിന്നെങ്കിലും, ഈ പ്രദേശം എന്ന് പറയുന്നത് കാപ്പിത്തോട്ടങ്ങളും അതുപോലെ ചായത്തോട്ടങ്ങളും ഒക്കെ, തേയിലത്തോട്ടങ്ങളൊക്കെ ഇടതൂർന്നു നിൽക്കുന്ന പ്രദേശമാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന ഒരു കടുവ വളരെ പെട്ടെന്ന് ചാടി വീണാൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് നമ്മൾ ഉണ്ടാവുക, മനുഷ്യരുണ്ടാവുക. ആ ഒരു സാഹചര്യം അത് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനോ അല്ലെങ്കിൽ അത്തരം അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ എത്ര മുൻകരുതലുകൾ എടുത്താലും, സുരക്ഷാ മുൻകരുതലുകൾ എടുത്താലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഏതായാലും അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു RRT സംഘത്തിന് കൂടി കടുവയുടെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നു.